അന്താരാഷ്ട്ര കറൻസിയാകാൻ രൂപ. ഇന്ത്യൻ രൂപയിൽ വിദേശ വിനിമയം നടത്താൻ റിസർവ് ബാങ്ക് നടപടികൾ ആരംഭിച്ചു. ആദ്യപടിയായി ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭാരതീയരായ പ്രവാസികൾക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാൻ നടപടികൾ ആരംഭിച്ചു. നിലവിൽ അതത് രാജ്യങ്ങളിലെ കറൻസിയിൽ മാത്രമാണ് വായ്പ നൽകാൻ വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യൻ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾക്ക് അനുമതിയുള്ളത്. ഐസൺ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൺ, ഇത് ഒരു വലിയ വാർത്തയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ ഓരോന്നോരോന്നായി നോക്കാം. എങ്ങനെയാണ് ഈ അന്താരാഷ്ട്ര കറൻസി ആകാൻ രൂപയ്ക്ക് നിലവിൽ സാധിക്കുക? അതിന്റെ സാഹചര്യം എങ്ങനെയാണ്? വീണ, അന്താരാഷ്ട്ര കറൻസിയായി അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള കറൻസിയായി ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ നാണയം മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ ഭാരതത്തിൽ നിന്നും ലോകം മുഴുവൻ നടക്കുന്ന എക്സ്പോർട്ടുകളുടെ ഒരു പ്രധാന ഘടകമായി മാറുന്നത് അല്ലെങ്കിൽ പ്രധാന വിനിമയ നാണയം എന്ന് പറയുന്നത് ഡോളറാണ്. ഈ ഡോളറിന് സമാനമായി സ്വന്തം നാണയത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ അത് വിനിമയം ചെയ്യാനുള്ള ഒരു ധാരണയുണ്ടാക്കുക മറ്റു രാജ്യങ്ങളുമായി എന്നാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. സ്വാഭാവികമായും എക്സ്ചേഞ്ച് കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വരുന്ന വ്യത്യാസം ഒരു പ്രോഫിറ്റബിൾ കോസ്റ്റ് എഫക്റ്റീവ് എക്സ്ചേഞ്ചിൻ്റെ സാധ്യത തുറക്കുകയും ചെയ്യുമെന്നത് മറ്റൊരു വസ്തുതയാണ്. അത് അതിൻ്റെ ബാങ്കിങ് തലത്തിലുള്ള ഒരു ലാഭകരമായ നീക്കത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ വാണിജ്യം കൃത്യമായി നടക്കുന്നതിന്, അതായത് ഒരു എക്സ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടോ നമ്മൾ നടത്തുകയാണെങ്കിൽ ആ നടത്തുന്നതിനെ കാര്യക്ഷമമായ രീതിയിൽ അത് പ്രായോഗികമാകണമെങ്കിൽ കൃത്യമായും അതത് രാജ്യങ്ങൾ, രണ്ട് രാജ്യങ്ങളും സ്വീകാര്യമായ ഏതെങ്കിലും ഒരു കറൻസിയിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. അത്തരത്തിലുണ്ടാകുമ്പോൾ ആ കറൻസി മാത്രം ട്രാൻസാക്ഷൻ നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനു വേണ്ടിയുള്ള എക്സ്ചേഞ്ച് കമ്മീഷൻ്റെ കോസ്റ്റ് എക്സ്പോർട്ടിനും ഇമ്പോർട്ടിനും ഒരുപോലെ തന്നെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ കോസ്റ്റ് ഒഴിവാക്കാൻ സാധിക്കുമെന്നതാണ് പ്രാഥമികമായി, അത് നേരിയൊരു വ്യത്യാസമാണെങ്കിലും പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു ഘടകം അതാണ്. അത്തരത്തിൽ വിവിധങ്ങളായ നേട്ടങ്ങളുണ്ട്. സ്വാഭാവികമായും ഇന്ത്യൻ കറൻസിയിൽ വാണിജ്യം നടത്താൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ കുറേ കൂടി ഈസ്ഡായ അല്ലെങ്കിൽ സൗകര്യപ്രദമായ രീതിയിൽ വലിയ സങ്കീർണതകളില്ലാതെ എക്സ്പോർട്ടും കയറ്റുമതിയും ഇറക്കുമതിയും പ്രായോഗികമാക്കാൻ പറ്റും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി കണക്കാക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ വാണിജ്യം നടത്തുമ്പോൾ, ഈ വിനിമയം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന നേട്ടം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ വിനിമയം നടത്തുമ്പോൾ ഭാരതത്തിൻ്റെ കറൻസിയുടെ മൂല്യം വർദ്ധിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഏത് കറൻസിയിലാണോ വിനിമയം നടത്തുന്നത് ആ കറൻസിയുടെ മൂല്യം, ഡോളറിൻ്റെ മൂല്യമൊക്കെ കൃത്യമായി ഉയർന്നു നിൽക്കുന്നതിൻ്റെ ഒരു ഘടകം ഇത്തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര വിനിമയ കറൻസിയായി നിലനിൽക്കുന്നത് കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ കറൻസിയുടെ മൂല്യം നിലനിർത്താൻ സാധിക്കുകയും മൂല്യം ഉയർത്താനും സ്വാഭാവികമായും അത് സാധാരണക്കാരെ പരിഗണിക്കുകയാണെങ്കിൽ അത് വിലക്കയറ്റം, ഇൻഫ്ലേഷൻ റേറ്റിനെയൊക്കെ കൃത്യമായി സ്വാധീനിക്കുന്ന ഒരു ഘടകമായി മാറുകയും ചെയ്യും. അത്തരത്തിലൊരു സാമ്പത്തിക ടൂളിൻ്റെ ഒരു നേട്ടമാണ് ഈ വിഷയത്തിൽ പ്രായോഗികമായി ഒറ്റനോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റൊരു സുപ്രധാന ഘടകം, ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ഒരു നീക്കം നേപ്പാളിലും അതുപോലെ തന്നെ ശ്രീലങ്ക, ഭൂട്ടാൻ അത്തരത്തിലുള്ള രാജ്യങ്ങളിലെ ഇന്ത്യയുടെ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾക്ക്, അതായത് ഇന്ത്യയിലെ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും അതുപോലെ തന്നെ ഇന്ത്യയുടെ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കും വിദേശ രാജ്യങ്ങളിൽ ബ്രാഞ്ചുകളുണ്ട്, പല ബാങ്കുകൾക്കും ബ്രാഞ്ചുകളുണ്ട്. അത്തരത്തിൽ വിദേശങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ബാങ്കുകളിൽ അവിടെയുള്ള ഇന്ത്യൻ ഒറിജിനുള്ള, അതായത് ഇന്ത്യക്കാരായ NRIകൾക്ക്, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നവർക്ക് അവിടെ എന്തെങ്കിലും ആവശ്യത്തിന് ലോണുകൾ ലഭ്യമാക്കുകയാണെങ്കിൽ അത് അതാത് രാജ്യത്തെ നാണയത്തിൽ, അതായത് ബംഗ്ലാദേശിലാണെങ്കിൽ ബംഗ്ലാദേശ് ടക്കയിൽ മാത്രമാണ് അവിടെ വിനിമയം നടത്താൻ അനുമതിയുള്ളത്. ഈ അനുമതി ഒഴിവാക്കി, അതായത് ഇതിന് പ്രത്യേക അനുമതി നേടി ഈ അവിടെയുള്ള കറൻസിയിൽ നിന്നും മാറി ഇന്ത്യൻ കറൻസിയിൽ വിനിമയം നടത്താനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് അനുമതിക്കായി സമർപ്പിച്ച ആ അനുമതി പത്രത്തിൽ, വാർത്താമാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്ത അനുമതി പത്രത്തിലുള്ളത്. അതിൻ്റെ ആവശ്യം തന്നെ ഇന്ത്യൻ കറൻസിയിൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾക്ക് വായ്പകൾ നൽകാൻ, ഇന്ത്യക്കാർക്ക് തന്നെ വായ്പ നൽകാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നതാണ്. അത്തരത്തിൽ സാഹചര്യം ഒരുക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇന്ത്യൻ കൊളാക്ടർ, അതായത് ഇതിന് ഈടായി ഭാരതത്തിൽ നൽകുന്ന വസ്തുക്കൾ, അല്ലെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആകാം, ബാങ്ക് ആസ്തികളാകാം, ബാങ്ക് ഗ്യാരണ്ടികളാകാം, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ ആസ്തിക്ക് തുല്യമായ ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ അതിനനുബന്ധമായ വായ്പയ്ക്ക് അനുവദിക്കപ്പെട്ട രൂപ അവിടെ വായ്പയായി നൽകാനുള്ളൊരു സാധ്യതയും സ്വാഭാവികമായും ബംഗ്ലാദേശിലെ രൂപയേക്കാൾ മൂല്യമുള്ള രൂപ ഭാരതത്തിൽ. അതുകൊണ്ട് ഇന്ത്യൻ രൂപയ്ക്ക് ഉണ്ടാകുന്ന നേട്ടം എന്താണ്? ഒപ്പം ഈ ഭാരതീയരായ പ്രവാസികൾക്കുണ്ടാകുന്ന നേട്ടവും എന്താണ്? തീർച്ചയായും ഭാരതീയരായ പ്രവാസികൾക്കുണ്ടാകുന്ന പ്രധാന നേട്ടം എന്ന് പറയുന്നത് അവിടെയുള്ള മൂല്യത്തിൽ ആ രൂപ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ 1,00,000 രൂപ അവിടെ ലഭിക്കുന്നതിനേക്കാൾ കുറേ കൂടി കാര്യക്ഷമമായി ഇത് വ്യത്യാസം, അതായത് ഈ രൂപയുടെ വ്യത്യാസത്തിലുണ്ടാകുന്ന നേട്ടം നേരിട്ടുള്ള നേട്ടമായി തന്നെ ലഭ്യമാക്കാൻ സാധിക്കും. സ്വാഭാവികമായും അതൊരു ചെറിയ നേട്ടമാണ് എങ്കിൽ കൂടി അതൊരു കൃത്യമായ നേട്ടമായി തന്നെ, ഒരു പ്രോസസ് നേട്ടമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ. ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇത് ഇന്ത്യൻ രൂപയ്ക്ക് ഒരു വലിയ നേട്ടം, അന്താരാഷ്ട്ര കറൻസി പട്ടത്തിലേക്ക് ഇന്ത്യൻ രൂപ മാറുകയാണ്. താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇന്ത്യൻ രൂപ തീർച്ചയായും ലോകത്തെ 142 കോടി ജനങ്ങളുടെ ക്രയവിക്രയ മാർഗമാണ് ഇന്ത്യൻ രൂപ. അതായത് ലോക ജനസംഖ്യയുടെ ഏതാണ്ട് 1/6 കൈകാര്യം ചെയ്യുന്ന ഒരു നാണയം. അത് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ പ്രവാസി സമൂഹം ഭാരതീയ പ്രവാസി സമൂഹമാണ്, ദ ഡയസ്പോറ.
ഇന്ത്യൻ ഡയസ്പോറ, ചൈനീസ് ഡയസ്പോറയെക്കാളും എണ്ണത്തിൽ കൂടുതലാണ് ഇന്ത്യൻ ഡയസ്പോറ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ചിതറി നിൽക്കുന്ന ഇന്ത്യൻ ഡയസ്പോറ അവരെല്ലാം അതത് രാജ്യങ്ങളുടെ പൗരത്വം സ്വീകരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക പ്രസൻസ് കുറച്ചുകൂടി വ്യാപകമാകുന്ന കാഴ്ചയാണ്. ആ ഒരു പശ്ചാത്തലത്തിലാണ് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലും വായ്പ എടുക്കാവുന്ന രീതിയിൽ ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാവുന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മാത്രമല്ല, ഇവിടെ ഒരു ഹാർഡ് കറൻസി എന്ന രൂപത്തിൽ ഇന്ത്യ എത്ര കാലം പിടിച്ചു നിൽക്കാനാവും? ഇന്ത്യയുടെ വളർന്നു വരുന്ന 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ എന്ന് ഓർക്കണം. അതുകൊണ്ട് ഇന്ത്യൻ റുപ്പിയുടെ ലിക്വിഡിറ്റി അത് കുറച്ചുകൂടി മെച്ചമാകേണ്ട ആവശ്യം ഒരു ദേശീയ താല്പര്യമായി തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പരിഗണിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാ കാര്യങ്ങളും ലോകത്തെല്ലാം തന്നെ ഡോളർ ടേംസിൽ കച്ചവടം നടക്കുന്നതിനോടുള്ള വിയോജിപ്പ് ഭാരതത്തിനുണ്ട്. ഭാഗികമായി അതുകൊണ്ട് കൂടിയാണ് ബ്രിക്സിലെ ഇന്ത്യയുടെ അംഗത്വവും ബ്രിക്സ് ബാങ്കിന്റെ രൂപീകരണവും. അത് മാത്രമല്ല, ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെങ്കിലും അതത് രാജ്യങ്ങളുടെ കറൻസിയിൽ ഉഭയകക്ഷി വ്യാപാര പേയ്മെന്റ് നടത്തുകയും ചെയ്യുക എന്ന ആശയം വന്നത് അതുകൊണ്ടാണ്. റഷ്യൻ റൂബിൾ ഇന്ത്യൻ റുപ്പി ടേംസിൽ കച്ചവടമുണ്ട്. അതുകൊണ്ട് കൂടുതൽ രാജ്യങ്ങളുമായി ഇന്ത്യൻ രൂപ ഉപയോഗിച്ചുകൊണ്ട് കച്ചവടം നടത്തുന്നതിന്റെ സാധ്യതകൾ ഭാരതം ആരായുന്നു. കാരണം ഇപ്പോൾ എങ്ങനെ നോക്കിയാലും ഡോളർ ടേംസിലാണ് എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നത്. അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റിലെ ഒരു പോരായ്മ കാരണം എപ്പോഴും ഇന്ത്യ പിന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഇന്ത്യൻ റുപ്പി കൂടുതൽ കൺവേർട്ടബിൾ ആക്കുക, കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുക. അത് മാത്രമല്ല, ക്രയവിക്രയത്തിന് ലോകത്തെ കൂടുതൽ ഇടങ്ങളിൽ ഇന്ത്യൻ രൂപയ്ക്ക് സാന്നിധ്യം ഉണ്ടാവുക, അതിന് വാല്യൂ ഉണ്ടാവുക. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് രാജ്യങ്ങളിൽ അവിടെ ഉള്ള പ്രവാസി ഇന്ത്യക്കാർക്കും ഇന്ത്യൻ വംശജർക്കും ലോണുകൾ ഇന്ത്യൻ റുപ്പിയിൽ അവൈലബിൾ ആക്കുകയും ആ രീതിയിലുള്ള സൗകര്യമാണ് ഒരു തുടക്കം എന്ന നിലയിൽ. ഇതൊരു വലിയ നിർണായകം, ഇപ്പോൾ തീരെ ചെറിയൊരു കാര്യമെന്ന് തോന്നാമെങ്കിലും നിർണായകമായ ഒരു നീക്കത്തിന്റെ തുടക്കമായി വേണം ഇതിനെ കാണാൻ. കാരണം ലോകവ്യാപകമായി ഇന്ത്യയുടെ സാന്നിധ്യം അറിയിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ റുപ്പി ഹാസ് ടു ബി എ വേൾഡ് കറൻസി. ഇപ്പോൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കറൻസിക്ക് ലോകത്താകമാനം സാന്നിധ്യം ഉണ്ടാകണം. ചൈനയും അതേ രീതിയിൽ തന്നെ ചൈനയിൽ ശ്രമിക്കുന്നുണ്ട്. ചൈനീസ് യുവാന് ലോകത്ത് സാന്നിധ്യം ഉണ്ടാകണം. അതുകൊണ്ട് ഇപ്പോൾ ഈ യൂറോപ്യൻ യൂണിയന്റെ നാണയമായ യൂറോയും അമേരിക്കൻ ഡോളറും ഒക്കെയാണ് ഏറ്റവും ലിക്വിഡിറ്റി ഉള്ള കറൻസി. അതിലാണ് എല്ലാ കാര്യങ്ങളും ലോകത്തെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. അത് കുറച്ചുകൂടി ഇന്ത്യൻ റുപ്പിക്കൂടെ സാന്നിധ്യമുള്ള രീതിയിൽ ആ ട്രാൻസാക്ഷൻ ക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ഉണർവാണ് ഉണ്ടാകുന്നത്. ഇന്ത്യക്ക് മൊത്തത്തിൽ ഒരു അന്താരാഷ്ട്ര മേൽവിലാസം, സാമ്പത്തിക രംഗത്ത് കൂടുതൽ വലിയ അന്താരാഷ്ട്ര മേൽവിലാസം ഉണ്ടാവുകയാണ്. ഇതെല്ലാം തന്നെ ഇന്ത്യ സഹായിക്കും. ആത്യന്തികമായി ഭാവി തലമുറകളെ സഹായിക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഐസൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തിയ കാര്യമുണ്ടല്ലോ, ഭാവി തലമുറകളെ കൂടി സഹായിക്കാൻ കഴിയുന്നത് എന്ന്. ഏത് തരത്തിലാണ് നമുക്ക് അങ്ങനെ ഭാവിയിൽ ഇത് ഗുണകരമാകുന്നതിന് വിലയിരുത്താൻ കഴിയുക? വീണ, ഭാവി തലമുറ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭാവി തലമുറയുടെ ഏണിംഗ്, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക, അവരുടെ വരുമാനം, ലൈവ്ലിഹുഡ് വർദ്ധിപ്പിക്കുക എന്നതാണ്. ഈ ലൈവ്ലിഹുഡ് വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യത കൂടുതൽ തുറന്നു കിട്ടുകയാണ് വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു റുപ്പി ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതോടെ. അതായത് തുറന്നു കിട്ടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭാരതത്തിലുള്ളവർക്ക് അവിടെ ചെല്ലാനും അവിടെ നിക്ഷേപങ്ങൾ നടത്താനും ആ നിക്ഷേപങ്ങളിൽ കൃത്യമായ ഒരു തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനുമുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നു. അത് അടുത്ത ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഈ നേട്ടം, അതായത് ഒരു ദീർഘകാല നേട്ടം എന്ന നിലയിൽ അവരുടെ ഭാരതത്തിൻ്റെ അതിർത്തിക്കപ്പുറത്തുള്ള ഒരു വളർച്ചാ സാധ്യത, സാമ്പത്തിക വളർച്ചാ സാധ്യതയിൽ വലിയൊരു ഘടകമായി അത് മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കുന്നത്. അതാണ് ഒരു വളരെ ഫ്യൂച്ചറിസ്റ്റിക്കായ അതിൻ്റെ നേട്ടമെന്ന് കണക്കാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്നും അവിടെ ചെല്ലുന്നവർക്ക് ഭാരതത്തിൽ നിന്നുള്ള ലോണുകൾ അവൈലബിൾ ആകുമ്പോൾ അവിടുത്തെ ജീവിത നിലവാരം ഉയർത്തുന്നതിനെ അവർക്ക് സാമ്പത്തികമായി പിന്തുണ ലഭ്യമാക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുകയും അത് ഭാരതത്തിൽ നിന്ന് തന്നെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ വരും തലമുറയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമുക്കറിയാവുന്നതാണ് അവരുടെ ഇടപെടലുകൾ ഏത് രീതിയിലാണ് ഉണ്ടാവുക എന്നത്. അതായത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഓരോ 10 വർഷവും വലിയ തോതിൽ സിസ്റ്റങ്ങൾ ലോകം മുഴുവൻ മാറുന്നു എന്നാണ് ഈ ഗവേഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ എക്യുപ്ഡ് ആക്കാൻ, അല്ലെങ്കിൽ അവരെ സന്നദ്ധരാക്കാനുള്ള, അല്ലെങ്കിൽ പ്രാപ്തരാക്കാനുള്ളൊരു സാധ്യത കൂടി തുറന്നു കിട്ടുമെന്നതാണ് ഇതിൻ്റെ വിശാലമായ നേട്ടം. അതുപോലെ തന്നെ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് അവിടെ NRIകൾക്ക് അവിടെ എന്തെങ്കിലും കമ്മോഡിറ്റി വാങ്ങുന്നതിന്, അത് ഹൗസിംഗ് ലോൺ ഉൾപ്പെടെ എന്തെങ്കിലുമൊക്കെ ലഭ്യമാക്കുന്നതിനുള്ള ആ സംവിധാനം ഒരുക്കുന്നതിന്, അവരുടെ ജീവിത നിലവാരം അവിടെ ഉയർത്തുന്നതിനും
സുരക്ഷിതമായ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അത് ഭാരതത്തിൽ നിന്നുള്ള വായ്പകൾ വഴി ആ നിക്ഷേപങ്ങളെ കൃത്യമായും കാര്യക്ഷമമായും വളർത്തിയെടുക്കുന്നതിനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇതിൻ്റെ നേട്ടമായി അടുത്ത തലമുറയെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ എക്സ്ചേഞ്ച് റേറ്റിലെ പോരായ്മ പരിഹരിക്കുന്നു എന്നതാണ് ഇമ്മീഡിയറ്റ് ആയൊരു വ്യത്യാസമായി നമുക്ക് കാണാൻ സാധിക്കുക. ഈ 4 രാജ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശും അതുപോലെ തന്നെ ഭൂട്ടാനും നേപ്പാളും ശ്രീലങ്കയും ഒക്കെയുള്ള ഈ 4 രാജ്യങ്ങളുമായുള്ള ഒരു വിനിമയം സ്വാഭാവികമായും ഉണ്ടാകുമ്പോൾ അയൽ രാജ്യങ്ങളാണ്, ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങളാണ്, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ശ്രീലങ്ക മാത്രമാണ് സമുദ്രാതിർത്തിയുടെ പരിധിയിൽ വരുന്നതെങ്കിൽ കൂടി ഇത്തരത്തിലുള്ള അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാകുമ്പോൾ ഈ ഇടപാടുകളെല്ലാം തന്നെ വാണിജ്യ ഇടപാടുകളെല്ലാം തന്നെ കുറേ കൂടി കാര്യക്ഷമമാക്കാനും സാധിക്കും. അതുവഴി കുറേ കൂടി ഇഫക്റ്റീവായ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒരു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻറ്റും നടത്താൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായി, സമൂഹത്തിനുള്ള പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നത്. തീർച്ചയായും ഇതിനു വേണ്ടിയുള്ളൊരു നീക്കം റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്, സാങ്കേതികമായി ആരംഭിച്ചിരിക്കുന്നത് ധനമന്ത്രാലയത്തിൻ്റെ അനുമതിയോടെ ഒരു വിദേശ രാജ്യവുമായി ഇത്തരം രാജ്യത്തെ സംവിധാനങ്ങളുമായി ചില കരാറിൽ ഏർപ്പെടേണ്ടതുണ്ട്. അത് അന്തിമമായി എൻഡോഴ്സ് ചെയ്യേണ്ടതും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എൻഡോഴ്സ്മെൻറ്റ് അനുസരിച്ച് അവിടെയുള്ള റിസർവ് ബാങ്കുകളുമായി റിസർവ് ബാങ്കിന് സമാനമായി പ്രവർത്തിക്കുന്ന സെൻട്രൽ ബാങ്കുകളുമായി ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ധാരണകളെല്ലാം ഉണ്ടാക്കുന്നതിന് നയപരമായൊരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സർക്കാരിന് ഈ പ്രപ്പോസൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ പ്രപ്പോസൽ സമർപ്പിച്ചതിന് ശേഷം ഇതിന് അനുമതി, അത് വൈകാതെ തന്നെ ഇതിന് അനുമതി നൽകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ബജറ്റിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പല നിർണായക നിർദ്ദേശങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്തതുമാണ്. അത്തരത്തിൽ വാർത്തകളും അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ ലിബറലായ ചില നീക്കങ്ങൾ ബജറ്റിലുണ്ടായത് കൂടിയാണ് റിസർവ് ബാങ്കിനെ കുറേ കൂടി ഇക്കാര്യത്തിൽ ഒന്ന് മുന്നേറാനുള്ള ഒരു നീക്കത്തിനെ പ്രേരിപ്പിക്കുകയും ചെയ്തത്. തീർച്ചയായും അത് അനുമതി വൈകാതെ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. അങ്ങനെയെങ്കിൽ ഭാരതത്തിൻ്റെ മാർക്കറ്റ് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ കറൻസി മാർക്കറ്റ് എന്നതിലുപരി ഭാരതത്തിൻ്റെ ഉൽപ്പന്ന മാർക്കറ്റും എല്ലാ തരത്തിലുള്ള സേവന മാർക്കറ്റുകളെല്ലാം തന്നെ ഈ രാജ്യങ്ങളിലേക്ക് കുറേ കൂടി ശക്തമായി ആഴത്തിൽ വേരുറപ്പിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. രാജ്യത്തിന് പുറത്ത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്ന് എത്തിക്കാൻ സാധിക്കുമെന്നതാണ് വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ ബാങ്കുകൾക്ക് ഇന്ത്യൻ കറൻസിയിൽ രൂപ വായ്പയായി നൽകുന്നതിനുള്ള അനുമതിയിലൂടെ ലഭ്യമാവുക. സ്വാഭാവികമായും അടുത്ത ഘട്ടം കൂടി പറയാമോ ഐസൺ? ഇപ്പോൾ നമ്മൾ അയൽ രാജ്യങ്ങളിലേക്കാണ് ആദ്യം ഇത് വ്യാപിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് എത്രത്തോളം ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് ഇത് ഇങ്ങനെ വ്യാപിപ്പിക്കാൻ കഴിയും? ഇതിൻ്റെ സാധ്യതകൾ വളരെ വിശാലമാണ്. നമുക്കറിയാവുന്നതാണ് ഡോളർ എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇപ്പോൾ ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ ഡോളറിൽ നടക്കുന്ന, ബംഗ്ലാദേശുമായി ഡോളറിലല്ല, അങ്ങനെ പല രാജ്യങ്ങളുമായി ഡോളറിൽ നടക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് 2 രാജ്യങ്ങളുടേതല്ലാത്തൊരു കറൻസിയിൽ ഒരു വിനിമയം നടത്തേണ്ട സാഹചര്യമുള്ള നിരവധി രാജ്യങ്ങൾ ലോകത്തുണ്ട്. ഡോളർ തന്നെയാണ് പ്രധാനമായും, സ്വാഭാവികമായും യൂറോയ്ക്കും സാന്നിധ്യമുണ്ട് എന്നത് ഒരു വസ്തുത തന്നെയാണ്. സമാനമായ രീതിയിൽ ബ്രിക്സിന് സ്വന്തം കറൻസി ഉണ്ടാക്കുക, ബ്രിക്സ് രാജ്യങ്ങൾക്ക് സ്വന്തമായ ഒരു കറൻസി ഉണ്ടാവുക, ആ കറൻസിയിൽ വിനിമയം നടക്കുക. സാർക്ക് രാജ്യങ്ങളിൽ സ്വന്തം കറൻസിയിൽ വിനിമയം നടക്കുന്നതിനുള്ള ധാരണ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ സ്വന്തം കറൻസിയിൽ വിനിമയം നടത്താനുള്ള ധാരണ വലുതാകുന്നതോടുകൂടി കുറേ കൂടി കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാൻ സാധിക്കും. നിലവിലെ സാഹചര്യങ്ങളിൽ അടിയന്തരമായി ഇത് ഇടപെടാൻ സാധിക്കുന്നത് അയൽ രാജ്യങ്ങളിലാണ് എന്നതുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല വലിയ തോതിൽ ഇന്ത്യൻ സമൂഹം അതത് രാജ്യങ്ങളിൽ എത്തിപ്പെടുന്ന, അയൽ രാജ്യങ്ങളിലൊക്കെ ജോലിക്കായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്നുള്ളവർ ഇവിടെയും വരുന്ന സാഹചര്യമുണ്ട്. അത് അനധികൃതമല്ലാതെ അധികൃതമായ കൃത്യമായ നിയന്ത്രണങ്ങളോടെയുള്ള കുടിയേറ്റങ്ങൾ നടക്കുന്ന രാജ്യങ്ങളാണിതൊക്കെ. അതുകൊണ്ട് തന്നെ നിയന്ത്രണങ്ങളോടെയുള്ള കുടിയേറ്റങ്ങൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുക, അല്ലെങ്കിൽ മൈഗ്രേഷനുകൾക്ക് മാത്രമാണ് ഇത് ബാധകമാവുക എന്നതാണ് വളരെ കൃത്യമായി എടുത്തു പറയേണ്ടത്. നിയമവിരുദ്ധമായ ഒരു യാത്ര അല്ലെങ്കിൽ ഭാരതത്തിൽ താമസിക്കുന്നവർക്കോ ഭാരതത്തിന് പുറത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവർക്കോ ഒന്നും ലഭ്യമാകുന്ന ലോണല്ല ഇത് എന്നതൊരു വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിയമാനുസൃതമായ ഒരു വിസ ലഭ്യമായി പോകുന്നവർക്ക് അത് ഇതിൻ്റെ നേട്ടങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കും. അത് ഏതെല്ലാം രാജ്യങ്ങളിൽ ഇടപെട്ടോട്ടെ. ഇപ്പോൾ ശ്രീ CP ജോൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ CP ജോൺ, രൂപയ്ക്ക് അന്താരാഷ്ട്ര നിലയിലേക്ക് മാറുകയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിലേക്കൊക്കെ ഈ അന്താരാഷ്ട്ര കറൻസി പട്ടത്തിലേക്ക് മാറുന്നതോടെ നമുക്ക് രൂപയിൽ തന്നെ വിനിമയം നടത്താൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയരായ പ്രവാസികൾക്ക് അവിടെ ഇന്ത്യൻ രൂപയിൽ തന്നെ വായ്പകൾ അനുവദിക്കാൻ കഴിയുക തുടങ്ങി നേട്ടങ്ങളേറെ വരുന്ന ഒരു നിലയിലേക്ക് രൂപ മാറുകയാണ്. എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? പ്രധാനപ്പെട്ട കാര്യമാണ്. ഉദാഹരണത്തിന് നേപ്പാളിൽ ഇന്ത്യൻ രൂപ അംഗീകൃതമായിട്ടുള്ള കറൻസിയാണ്. നമ്മുടെ രൂപ അവിടെ ധാരാളമായിട്ട് ഇന്ത്യൻ റിസർവ് ബാങ്ക് അടിച്ചിട്ടുള്ള രൂപ അവിടെ നല്ലൊരു ശതമാനം നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കിടക്കുന്നത് പോലെ നമ്മുടെ കറൻസി എത്രയോ കാലമായിട്ട് നേപ്പാളിലുണ്ട്. ബംഗ്ലാദേശിൽ അങ്ങനെയല്ല. അത് പാകിസ്ഥാനുമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഇല്ല. ഭൂട്ടാനുമായിട്ടും നമുക്ക് നേപ്പാളിനെ പോലെ അല്ലെങ്കിൽ വ്യത്യസ്തമായ തരത്തിൽ ഇന്ത്യൻ രൂപ ഓൾറെഡി ഉണ്ട്. എന്തായാലും വേണ്ടില്ല, നമുക്ക് ഇന്ത്യൻ രൂപയിൽ പ്രവാസികൾക്ക്, അവിടെയുള്ള പ്രവാസികൾക്ക് ഇവിടെ നിന്ന് ലോൺ കിട്ടുമെങ്കിൽ നല്ലതാണ്. പക്ഷെ അവിടെ രൂപ കിട്ടിയിട്ട് അവിടെ എങ്ങനെയാണ് അവർ ബിസിനസ് ചെയ്യുന്നത് അവരുടെ ഇഷ്യൂ ആണ്.
എന്തായാലും അതിനേക്കാളും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരേണ്ടത് ഇറക്കുമതിയും കയറ്റുമതിയും ചെയ്യുമ്പോൾ രൂപയിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നാണയത്തിന്റെ വിനിമയ സൗകര്യം എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഇന്ത്യൻ രൂപയും റൂബിളുമായിട്ട് പിന്നെ 70കളിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ നമ്മൾ ബിസിനസ് ചെയ്തിരുന്നു. ഈ അടുത്ത കാലത്തും ഇപ്പോൾ ഈ ഏതാണ്ട് 1-2 വർഷക്കാലം മുമ്പ് നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിൽ രൂപ കൊടുത്താൽ മതി, ഡോളർ കൊടുക്കേണ്ടതില്ല എന്ന ഒരു 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 വിനിമയ ചർച്ച റഷ്യയുമായിട്ട് ഇന്ത്യ നടത്തുകയും എന്തുമാത്രം നടത്തി എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇന്ത്യൻ രൂപ മറ്റ് സ്ഥലങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നല്ല കാര്യം തന്നെയാണ്. ശ്രീലങ്കയിലും നമുക്ക് അത്തരത്തിലുള്ള കുറെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, സിംഗപ്പൂരുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യൻ രൂപ ഉണ്ടായ കാലത്ത്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ റുപ്പയ എന്ന് പറയുന്നത്, അന്ന് ബംഗ്ലാദേശും പിന്നെ ശ്രീലങ്ക അന്ന് ബംഗ്ലാദേശും പാകിസ്ഥാനും ഇല്ലല്ലോ, അത് ഏതാണ്ട് നമ്മുടെ മിഡിൽ ഈസ്റ്റ് വരെ രൂപയുടെ വ്യാപനം ഉണ്ടായിരുന്നു. ഒമാൻ പോലുള്ള രാജ്യങ്ങളിൽ റുപ്പയ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചതും ഇമ്പീരിയൽ ബാങ്കിന്റെ തിരോധാനത്തിന് ശേഷം രൂപ ഉണ്ടാക്കിയത്. ആ രൂപയുടെ ഡിസൈൻ ചെയ്തത്, ആ രൂപയുടെ സാമ്പത്തികമായി ഡിസൈൻ ചെയ്തതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ. അപ്പൊ ആ തരത്തിൽ ഇന്ത്യൻ രൂപയുടെ ഒരു ശക്തമായ കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം രൂപ വിനിമയ നിരക്കിൽ നാം കുറവ് വരുത്തി. ആ കുറവ് വരുത്തിയത് കൊണ്ടും നമുക്ക് കുറെ ബെനിഫിറ്റുകളുണ്ട്. കാരണം നമുക്ക് നമ്മുടെ എക്സ്പോർട്ട് മാർക്കറ്റിൽ നമ്മൾ കൃത്രിമമായി ഇന്ത്യയുടെ രൂപ ഉയർത്തി നിർത്തിയിട്ട് കാര്യമില്ല. എന്തായാലും രൂപയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റം വരുന്നതിൽ നമുക്ക് അത് നല്ലതാണ് എന്ന് പൊതുവിൽ പറയാവുന്നതാണ്. വളരെ നന്ദി ശ്രീ CP ജോൺ. അദ്ദേഹം ഒരു വിലയിരുത്തൽ നടത്തുകയായിരുന്നു. കാരണം അന്താരാഷ്ട്ര കറൻസി ആകാൻ ഒരുങ്ങുകയാണ് രൂപ. ഇന്ത്യൻ രൂപയിൽ വിദേശ വിനിമയം നടത്താൻ റിസർവ് ബാങ്ക് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ആദ്യപടിയായി ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഭാരതീയരായ പ്രവാസികൾക്കാണ് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്.